ഈ ശരീരം ഭൂമിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചിത സമയം കഴിയുമ്പോൾ ഇവിടെ ഇട്ടിട്ട് എനർജി എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ നിലനിൽക്കുന്നു. എനർജിയെ പറ്റി നമ്മൾ ഫിസിക്സിൽ പറയാറുണ്ട്, എനർജിയെ ഇല്ലാതാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. തിരിച്ചറിയാൻ ഒരു മനുഷ്യ ശരീരം എടുക്കുന്ന വേളയിൽ മാത്രമേ ഒരാൾക്ക് സാധ്യമാകുകയുള്ളൂ. എല്ലാവർക്കും ഈ തിരിച്ചറിവ് കിട്ടണമെന്നില്ല. 10 ആണവ നിലയങ്ങളുടെ പവറാന്ന് പറയും ഒരു മനുഷ്യന്റെ മനസ്സിന്. ഒരു ആണവ നിലയം തകർന്നാൽ മതി, ഈ ലോകം മുഴുവൻ ഭസ്മീകൃതമാവും. ആ ആണവ നിലയത്തിനാണോ പവർ, അതുണ്ടാക്കിയ മനുഷ്യന്റെ മസ്തിഷ്കത്തിനാണ്. ആൾക്ക് വേണ്ടിയിട്ട്, ആത്മാവിന് വേണ്ടിയിട്ട് ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നു, അവരെ സങ്കല്പിച്ചുകൊണ്ട്. അപ്പോൾ കുറേശ്ശിട്ട് ഓരോരോ ദിവസങ്ങൾ മറ്റൊരു റൂട്ടിലൂടെ ക്രിയകൾ ചെയ്യുമ്പോൾ ആ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള അവരെ പറ്റുന്ന ദുഃഖസൂചകമായിട്ടുള്ള ആ തോട്ടും കുറഞ്ഞു വരുമ്പോൾ ആ വൈബാണ് അതിലേക്ക് കിട്ടുന്നത്. അവിടെയാണ് ആ ശാന്തി കിട്ടുന്നത്. ആദ്യം വിശുദ്ധി വരുത്തും, ഉത്സവത്തിന് മുമ്പ് ശുദ്ധി വരുത്തും, സ്ഥിതി അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. സ്ഥിതി അവിടെ സാന്നിധ്യവും സമൃദ്ധിയും ഉണ്ടാകുള്ളൂ. ഇത് വീണ്ടും കണ്ടാമിനേഷൻ വരും ഒരു വർഷം ആകുമ്പോഴത്തേക്ക്. അതിനാണ് എല്ലാ വർഷവും ശുദ്ധി ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ജഡമായിട്ടുള്ള വസ്തുക്കൾ അവിടെ പൊഴിഞ്ഞ് വീണാൽ അത് ക്ഷേത്ര ചൈതന്യത്തെ, ആ സൈക്കിക് ഫീൽഡ് എനർജിയെ ബാധിക്കുന്നു. അത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് തന്നെ പരിപാലിക്കുന്ന സ്ഥലത്തൊക്കെ നല്ലൊരു പവറായിരിക്കും. നേരത്തെ ചോദിച്ചില്ലേ, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല പവറാണ്. ചില ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ, അതിൻ്റെ റേഡിയസിൽ ചെല്ലുമ്പോൾ വല്ലാത്തൊരു പവറാണ്. കാരണം അവിടെ അണുവിട വ്യത്യാസമില്ലാതാണ് പൂജാതി കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പീരീഡ്സിൽ ഒരുപാട് പേർ അമ്പലത്തിൽ പോകുന്നവരെ എനിക്കറിയാം. ഉണ്ട്. കാരണം പണ്ട് ഭയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ആരാധനയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് പോയി. ഇപ്പം അങ്ങനൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ പോകുന്നവർക്ക് അവരുടെ മനസ്സാക്ഷിക്ക് ശരിക്കും യോജിച്ചെല്ലാം തോന്നുന്നവർ പോകാറില്ല, അല്ലാത്തവർ പോകും. പക്ഷെ അതിൻ്റെ പ്രശ്നം ആ ചുറ്റുപാടും മാലിന്യം വരുന്നുണ്ട്, അശുദ്ധി വരുന്നുണ്ട്. അതിനാണ് കാലാകാലങ്ങളിൽ അവിടെ വേണ്ട ശുദ്ധി കലശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെല്ലാ മനുഷ്യരെയും സ്ക്രീൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരിക്കലും. അത് ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച്, യുക്തി അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെഗറ്റീവ് എനർജികളിലേക്ക് കടക്കാം. മരണം എന്ന് പറയുന്നതിനെ ഭയത്തോടെ കാണുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഐഡിയകളുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഓരോരുത്തർ പറയുന്നത്, ഈ മരണത്തോട് തൊട്ടടുത്ത് പോയി തിരിച്ചു വന്നവരൊക്കെ പറയുന്നത് അനുഭവങ്ങളുണ്ട്. അങ്ങനെ വേറെ വേറെ അനുഭവങ്ങൾ. ശരിക്കും എന്താണ് മരണത്തിന് ശേഷം സംഭവിക്കുന്നത്? മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിനാണോ എനർജി, അല്ലെ ആത്മാവിനാണോ മരണം? കഴിഞ്ഞ ഇന്റർവ്യൂകളിൽ നിന്ന് വെച്ച അറിവ് വെച്ച് ഞാൻ പറയും ശരീരത്തിനാണെന്ന്. യെസ്. അതായത് പഞ്ചഭൂതാത്മകമിതം ശരീരം, പഞ്ചഭൂതങ്ങളിൽ നിന്ന് എടുത്താണ് നമ്മുടെ ശരീരം. ഓക്കെ. അപ്പം ഈ ശരീരം ഭൂമിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചിത സമയം കഴിയുമ്പോൾ ഇവിടെ ഇട്ടിട്ട് എനർജി എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ നിലനിൽക്കുന്നു. എനർജിയെ പറ്റി നമ്മൾ ഫിസിക്സിൽ പറയാറുണ്ട്, എനർജിയെ ഇല്ലാതാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ എനർജി എവിടുന്ന് വന്നോ ഉള്ളിൽ കയറിയത് അവിടെ തന്നെ നിലനിൽക്കുന്ന പ്രതിഭാസമാണ് മരണം. പക്ഷെ പോയ എനർജിക്ക് മുമ്പിരുന്ന ശരീരത്തിലിരുന്ന കാലഘട്ടത്തെ പറ്റിയൊന്നും ഓർക്കാൻ പറ്റില്ല. ഓർക്കണമെങ്കിൽ നമ്മുടെ മസ്തിഷ്കം വേണം. ചിന്തിക്കുന്ന തലച്ചോറ് നഷ്ടപ്പെട്ടാൽ മരണമായി. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന എനർജിക്ക് എൻ്റെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. ശില്പ ആരാണെന്നോ അല്ലെങ്കിൽ ശില്പയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ എന്നോ അവർക്കറിയില്ലെന്നുള്ളത്. അറിയാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ആത്മാക്കൾ ഉണ്ടാകുന്നത്? ആത്മാവെന്ന് പറഞ്ഞാൽ ഊർജ്ജം എന്നാണ് അർത്ഥം. എനർജിയുടെ പ്രസൻസ് ആണ്. എനർജിക്ക് ഒരിക്കലും തിരിച്ചറിവില്ല ഏത് ഡിവൈസിലിരുന്നു എന്നുള്ളത്. ഇപ്പം നമ്മുടെ മിക്സിയിലൂടെ കറണ്ടുണ്ട്, ഫാനിലും ഉണ്ട്. ആ കറണ്ടിനെ സംബന്ധിച്ച് അറിയില്ല ഏത് ഉപകരണത്തിൽ അത് പ്രവർത്തിച്ചെന്നുള്ളത്. അതറിയുന്ന ആ ഉപകരണത്തിനെ അറിയൂ. നമ്മുടെ തലച്ചോറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലച്ചോറിന് തിരിച്ചറിയാൻ പറ്റും. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഇന്നലെ, ഇന്ന്, നാളെ. ഈ 3 കാലങ്ങളെ, എത്ര കാലങ്ങളെ ദർശിക്കാനുള്ള, ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ 84 ലക്ഷത്തിൽ പരം സ്പീഷ്യസ് ആണല്ലോ. മോർ ദാൻ 84 lakhs ഓഫ് സ്പീഷ്യസ് ഇൻ ദിസ് വേൾഡ്. അതിലൊരു സ്പീഷ്യസ് ആണ് മനുഷ്യൻ. ഈ മനുഷ്യനുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അവനാണ് ഏറ്റവും ടോപ്പ് ജീവജാലങ്ങൾ. കാരണം അവൻ്റെ ആ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലൂടെ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എനർജി ട്രാൻസ്മിഷൻ്റെ ഭാഗമാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ അത്ഭുതങ്ങളും, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളും. മനുഷ്യന് മാത്രമേ സൃഷ്ടിക്കാനും സ്ഥിതി നിലനിർത്താനും ഇല്ലാതാക്കാനും പറ്റൂ ഈ എനർജിയെ. അതിനെ സൃഷ്ടി, സ്ഥിതി, സംഹാരമൂർത്തി എന്ന് പറയുന്നു. അതിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കും. ആ ദൈവം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം ഈ നേരത്തെ ചോദിച്ച ചോദ്യം ഇതാണ്, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല, ഇവിടെ തന്നെ നിലനിൽക്കുന്നു. സംഭവിക്കുന്ന ശരീരത്തിനാണ്.
തിരിച്ചറിയാൻ ഒരു മനുഷ്യ ശരീരം എടുക്കുന്ന വേളയിൽ മാത്രമേ ഒരാൾക്ക് സാധ്യമാകുകയുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഈ തിരിച്ചറിവ് കിട്ടണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്താണ് ഈ ആത്മാവിന്റെ പവർ? ആത്മാവിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ, പവറിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അതിനെ അളക്കണമെങ്കിൽ വല്ല മെഷർമെൻറ്റ് ഫാക്ടർ ഉണ്ടോ? ഇല്ല. പക്ഷെ അത് സൂപ്പർ പവറാണ് അല്ലേ? പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് സാധാരണ ഫിസിക്കൽ മാറ്ററിനെക്കാട്ടിലും പവറല്ലേ മനുഷ്യൻ്റെ മനസ്സിന്. പറയാറുണ്ട്, നമ്മൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ പറയുന്നതാണ്, 10 ആണവ നിലയങ്ങളുടെ പവറാന്ന് പറയും ഒരു മനുഷ്യൻ്റെ മനസ്സിന്. ഒരു ആണവ നിലയം തകർന്നാൽ മതി, ഈ ലോകം മുഴുവൻ ഭസ്മീകൃതമാവും. ആ ആണവ നിലയത്തിനാണോ പവർ, അതുണ്ടാക്കിയ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനാണോ? മസ്തിഷ്കത്തിനാണ്. അതാണ് ഈ പവറിനെ അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാത്മാവെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാവ് കുറച്ച് നാളത്തേക്ക് നമ്മളിലുണ്ട്. ഈ ഒരു ശരീരം ഉടുപ്പെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് സമയമാകുമ്പം ഈ എനർജി എപ്പോൾ ഇറങ്ങിപ്പോകുന്നോ ശരീരം ജഡമാകുന്ന അവസ്ഥയാണ് മരണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് ഇത് തിരിച്ചറിയാനും പോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അവർക്ക് ശാന്തി കിട്ടണമെങ്കിലോ, അവർക്കെന്ന് പറഞ്ഞാൽ ആ എനർജിക്ക് ആ വൈബ് കിട്ടണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അതിലേക്ക് ആ വൈബ് കിട്ടും. അതിനാണ് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തോളം കാലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഭാര്യമാരാണെങ്കിൽ 1 വർഷത്തോളം കാലം പുറത്തിറങ്ങാതിരിക്കുന്നതൊക്കെ ചില ആചാരങ്ങളുടെ ഭാഗമായി കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാകുന്ന രീതി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരാള് ആക്സിഡന്റിൽ പെട്ടു, അയാളുടെ കാലിലൂടെ വണ്ടി കയറി ഇറങ്ങി, അയാൾ അബോധാവസ്ഥയിലായി, അയാളെ ഹോസ്പിറ്റലിലാക്കി, അയാളുടെ സർജറി കഴിഞ്ഞു, ഇടത്തെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് മുറിച്ച് കളഞ്ഞു. അയാൾക്ക് ബോധം വന്നപ്പം അയാൾ കാല് ആംബ്യൂട്ട് ചെയ്ത് വരും, അയാളെ അറിയുന്നില്ല, പെയിനൊന്നും എടുക്കുന്നില്ല, കാരണം പെയിൻ കില്ലർ കൊടുത്ത് സഡേഷനിലായിരുന്നു. അപ്പോൾ അയാളുടെ കാല് മുറിച്ച് മാറ്റി വിവരം ആ സർജനായ ഡോക്ടർ വന്ന് ഇയാളെ ആദ്യമായിട്ട് പറയാൻ പോവാണ്, കൗൺസിൽ ചെയ്ത് പറയാൻ പോവാണ്. ഡോക്ടർ അരികിൽ നിന്ന് പറഞ്ഞു, മിസ്റ്റർ സുരേഷ്, നിങ്ങൾ വളരെ ഭാഗ്യമുള്ള ഒരാളാണ്. ആയുസിൻ്റെ ബലം കൊണ്ട് അല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മരിച്ചില്ല. ആ ആക്സിഡൻറ്റ് കണ്ടാൽ പൊടി പോലും കിട്ടേണ്ടതല്ല, പക്ഷേ ഒരു അവയവം ഇടത്തെ കാലിൻ്റെ താഴോട്ട് മുട്ടിന് താഴോട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു, അല്ലാതെ നിർവാഹമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴാണ് അയാൾ അറിയുന്നത് എൻ്റെ കാലിന് താഴോട്ട് ആ സ്ഥൂല ശരീരമില്ല എന്ന്. അതുവരെ ആ മണിക്കൂറുകളും അയാളുടെ അനുഭവം ഇടത്തെ കാല് പൂർണ്ണമായും ആ ഭാരം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ സംഭവിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഭാഗങ്ങളിൽ ചൊറിയുന്നതായിട്ടൊന്ന് കൈയൊക്കെ കൊണ്ടെടുക്കും. അപ്പം ഈ പറയുന്ന എനർജി ഫീൽഡ് കാലങ്ങളായിട്ട് അവിടെ നിന്നത് അവിടെ ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടും അവിടെ ഇല്ല എന്ന് അയാൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ 5 ദിനരാത്രങ്ങൾ കഴിയണം. അതിനെയാണ് സഞ്ചയനം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം വിട്ടാലും ആ എനർജി ഫീൽഡ്, ഇപ്പം നമ്മൾ ചന്ദനത്തിലേക്ക് കത്തിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് അതിൻ്റെ പ്രസൻസ് ഉണ്ടാവും, അവിടെ അടുത്ത ലെയറിലേക്ക് പോകും. അങ്ങനെ 5 ദിവസങ്ങളോളം ഏകദേശം ആ എനർജിയുടെ ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന ചടങ്ങുകൾക്ക് ജീവിച്ചിരിക്കുന്നവർ, ഈ മരിച്ചുപോയ പരേതൻ്റെ ആത്മാവിനോട് ചേർന്നിരുന്ന ബന്ധുമിത്രാദികൾ ഒരുമിച്ച് ആ വീട്ടിൽ കഴിയുന്നു. ആ ആൾക്ക് വേണ്ടിയിട്ട്, ആ ആത്മാവിന് വേണ്ടിയിട്ട് ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നു, അവരെ സങ്കല്പിച്ചുകൊണ്ട്. അപ്പോൾ കുറേശ്ശിട്ട് ഓരോരോ ദിവസങ്ങൾ മറ്റൊരു റൂട്ടിലൂടെ ക്രിയകൾ ചെയ്യുമ്പോൾ ആ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള അവരെ പറ്റിയുള്ള ദുഃഖസൂചകമായിട്ടുള്ള ആ തോട്ടും കുറഞ്ഞു വരുമ്പോൾ ആ വൈബാണ് അതിലേക്ക് കിട്ടുന്നത്. അവിടെയാണ് ആ ശാന്തി കിട്ടുന്നത്. അപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മളിൽ നിന്ന് പോയ ആത്മാക്കൾക്ക് ശാന്തി കൊടുക്കാൻ പറ്റും. അപ്പൊ മരിച്ചുപോയവർക്ക് വേണ്ടിയല്ല, ശരിക്കും ഈ ജീവിച്ചിരിക്കുന്നവരുടെ ശാന്തി കിട്ടിയാലേ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്കും ശക്തി കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ ആ ശാന്തി കിട്ടുള്ളൂ. പലരും പക്ഷേ ഈ മരിച്ചുപോയ, അപ്പൊ അങ്ങ് പറഞ്ഞു മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മാക്കൾക്ക് ഇത്തരത്തിലുള്ള ഓർമ്മകളൊന്നുമില്ല, പിന്നെ ഈ ജീവിച്ചിരിക്കുന്നവരെ അതെങ്ങനെ ബാധിക്കുന്നു അവർ അറിയുന്നില്ലല്ലോ. ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെ അവരറിയുന്നില്ല, പിന്നെ അതിൽ അവരുടെ മോക്ഷവുമായി ബന്ധപ്പെട്ട് എങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നവര്, ഇപ്പൊ ഒരു ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചുപോയി അപ്രതീക്ഷിതമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി മരിച്ചുപോയി, ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? പലരും അങ്ങനെയുള്ള കേസുമായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് വരാറുണ്ട്. പക്ഷെ ഇവരെ യഥാർത്ഥത്തിൽ ഒട്ടലിലാണിരുന്നല്ലോ ഇവരുമായിട്ട്. അവരെ ശരീരത്തെയാണ് ശരിക്കും കണ്ടിരിക്കുന്നത്. അവരൊരിക്കലും ഇവിടം വിട്ട് പോയിട്ടില്ല. പക്ഷെ നമ്മളെ വിട്ട് അവരറിയുന്നുമില്ല, അറിയുന്ന നമ്മളാണ്. നിങ്ങൾ ദുഃഖിച്ചാൽ അതിൻ്റെ അത്രത്തോളം അശാന്തി അവിടേക്കാണ് കിട്ടുന്നതെന്നുള്ള ഇവരറിയുന്നില്ല. അതുകൊണ്ടാണ് ചില സംസ്കാരങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ ആഘോഷിക്കുക ചെയ്യുന്നുണ്ടല്ലോ, തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടില് അതിൻ്റെ കാരണം
ഈ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ആ ഓർമ്മ കഴിഞ്ഞു. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് വിഷമം അത് കുറയ്ക്കാനാണ്. അത് കുറഞ്ഞാൽ ആ ആത്മാക്കളിലേക്ക് ആ വൈബ് കിട്ടുകയുള്ളൂ. അപ്പം ദുഃഖിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? ദുഃഖിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം മനുഷ്യ ഒട്ടലുള്ളതുകൊണ്ട് അതിന് ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവരണം. ഇന്റൻസിറ്റി അപ്പം അതുകൊണ്ട് 1 വർഷക്കാലത്തെ ചടങ്ങുകൾ അല്ലെങ്കിൽ ഇത്ര നാളിന് ചെയ്യുന്നു, പുറത്തെങ്ങും ഇറങ്ങുന്നില്ല. അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരോടുള്ള നല്ല കാര്യങ്ങൾ, അവരോടൊപ്പം ഉണ്ടായിരുന്ന നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ഇതിനെയൊക്കെ പറ്റി ഓർത്ത് നമ്മൾ, കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. പല കാര്യങ്ങൾ ചിലത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതുണ്ട്. നിയന്ത്രണത്തിലുള്ളതിനെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യണം, അല്ലാത്തതിനെ മനസ്സിന് ശക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ മരണം, ഇപ്പൊ ഞാൻ മരിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോവുകയാണ്. പിന്നെ ആത്മാവിന് എൻ്റെ മെമ്മറിയോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചില കഥകൾ കേട്ടിട്ടില്ലേ, ഈ ആത്മാക്കൾ പകരം വീട്ടാൻ വരുന്നത്, അതല്ലെങ്കിൽ ലൈക്ക് കുറച്ചും കൂടി ചില ആൾക്കാർക്കൊപ്പം ഉണ്ടെന്ന് തോന്നൽ ചില ആൾക്കാർ തോന്നുന്നത് പോലെ പങ്കുവെച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ്? അതായത് എനർജി പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറയാം, ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുക സ്പ്രെഡായി പ്രപഞ്ചത്തിലുണ്ടല്ലോ, ഇവിടെയുണ്ട്. ഇത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കില്ല. ഒരാത്മാക്കളും വൈരാഗ്യ ബുദ്ധിയോട് പ്രവർത്തിക്കില്ല. നിങ്ങളുടെ ചിന്തയാണ് അത് എഫക്റ്റായിട്ട് വരുന്നത്. എന്നെ ഇപ്പം ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് വേണ്ട പരിചരണം കൊടുക്കാതെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരെ ദ്രോഹിച്ചും പീഡിപ്പിച്ചോ കഴിഞ്ഞു. അവർ മരിച്ചു പോയും പേടിയാണ് ഇനി അവർ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് മരണശേഷം ഒരുപാട് ക്രിയകളോ ഒരുപാട് സദ്യ നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. ഇവരുടെ ഈ ഭയം തീർച്ചയായിട്ടും അവരുടെ ആക്രമണമാണെന്ന് പറയും. കാരണം ഞാൻ ഉള്ളുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടില്ലേ, ഇനി എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുമോ ഈ ആത്മാവ്, അല്ലെങ്കിൽ എനിക്ക് ഇനി മുതൽ ദുരിതം എൻ്റെ മക്കളും സന്തതി പരമ്പരകൾക്കും പ്രശ്നമാകുമോ എന്നുള്ള ഈ വ്യക്തികളുടെ ചിന്ത അത് ഏറി വന്നു കഴിഞ്ഞാൽ അനുഭവങ്ങളായിട്ട് പലതും വരും. ഒരു എനർജിയുടെ സപ്പോർട്ടല്ലേ അത്, ഈ ആത്മാവാണ് എന്ന് ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ അജ്ഞതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ആത്മാക്കൾ ഒരിക്കലും വന്ന് ഉപദ്രവിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രേതം എന്താണ്? ഈ പ്രേതം എന്ന് പറയുന്നതും നമ്മൾ ഫീൽ ചെയ്യപ്പെടുന്ന നെഗറ്റീവ് എനർജിയുടെ എഫക്റ്റാണ്. അതിനൊരു പക്ഷേ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉണ്ടാകാം, പറഞ്ഞു കേട്ട കഥകളുണ്ടാകാം, ഇത് ട്രിഗർ ചെയ്യും. അപ്പോൾ ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഇത് ബാധിക്കുന്നതിനെയാണ് ബാധ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ ഇങ്ങനെ വരാറുണ്ട്. അതിനെ നമ്മൾ പറയും സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. സൈക്കിച്ച ആത്മാവ്, സോമ ശരീരം, സൈക്കോസൊമാറ്റിക്. പല വിട്ടുമാറാത്ത തലവേദന, നീർക്കെട്ടുകൾ, കൈകാലുകൾ പൊങ്ങുന്നില്ല. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഒരുപാട് സ്ഥലത്ത് ചികിത്സ നടത്തി അതിവിദഗ്ധമായ രീതിയിലുള്ള ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇത് മാറുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ചില വിശ്വാസങ്ങളിലൂടെ നമ്മൾ വിശ്വസിച്ചു എന്തോ ചില കുഴപ്പമുണ്ട്, ഉച്ചാടനം ഇതിലേക്ക്. എന്നാൽ അതാണ് ഈ വ്യക്തിയും വിശ്വസിച്ചിരിക്കുന്നത്, അല്ല ഇവർ ചെറുപ്പം മുതൽ കേട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഉച്ചാടനത്തിലൂടെ ഇത് മാറുകയും ചെയ്യും. അതാ ഇതിലൊക്കെ രസം. കാരണം ഈ വ്യക്തിയുടെ വിശ്വാസം എന്താണോ, എന്നിനെന്തോ ബാധയുണ്ട്, അത് ഒഴിപ്പിച്ചാൽ മാറും. കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒഴിപ്പിച്ച രീതിയൊക്കെ, ആണിയടിച്ചിരുത്തുക, അല്ലെങ്കിൽ ചോറ്റാനിക്കരയിൽ പോയി ഭജന ഇരുന്നാൽ, ഇതാ വിശ്വാസം അതിലൂടെ മാത്രമേ മാറൂ എന്നുള്ള ഇവർ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ ആ റൂട്ടിലൂടെ മാറ്റാൻ പറ്റും. വേറെ ഒരു ചികിത്സ നടക്കില്ല അവിടെ. എന്നാൽ എല്ലാത്തിനെയും ഇതേപോലെ ബാധയാന്ന് വെച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് അപകടം. അതാണ് ഇപ്പം നമ്മൾ കാണുന്ന പല ബാധ ഒഴിപ്പിക്കലും മരണത്തിൽ പോലും എത്തിക്കുന്നു. അതൊരു പക്ഷേ മാനസികമായ രോഗമാണ്, അതിന് ചികിത്സിക്കണം. എല്ലാം ബാധയല്ല. അപ്പോൾ പലപ്പോഴും പണ്ട് തൊട്ടേ ഇങ്ങനെ ശാസ്ത്രം ഡെവലപ്പ് ചെയ്യായിരുന്നപ്പം എല്ലാത്തിനെയും ബാധയായിട്ടാണ് കണ്ടിരുന്നത്. നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ കളവൊക്കെ വരച്ച് അടിയിരുത്ത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അത് ചില ബാധകൾ അങ്ങനെ ഒഴിയും. അത് ഈ രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് അപ്പോൾ ബാധകളെ തിരിച്ചറിയുന്നത്? ബാധകളെ തിരിച്ചറിയും അതിനാണല്ലോ മോഡേൺ സയൻസിലായിട്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ല തടസ്സങ്ങളും പ്രശ്നങ്ങളുമായിട്ട് പലയിടത്ത് പോയിട്ട് വരുമ്പം ഈ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ പശ്ചാത്തലം, അല്ലെ കൂടെ വരുന്നവരല്ല. അവർ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി സാറേ അത് കഴിഞ്ഞ് വരുന്നത്. ഇത് പലതും സൈക്യാട്രി മെഡിസിൻ വേണ്ടതാണെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യണം. ഒരു വ്യക്തി അതാത് രംഗത്തുള്ളവർക്ക് അറിയാം ഇവരോട് നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ അതേ സെൻസിൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പുറയിൽ ആരോ നിൽക്കുന്നു. ഇത് ഹാലൂസിനേഷൻ അവസ്ഥയിലുള്ളതുണ്ടാകാം. അത് നെർവ് സിസ്റ്റത്തിന് തകരാറാണെങ്കിൽ ചികിത്സ വേണം. എന്നാൽ ഇത് ഹാബിച്വലായിട്ടും ചില വിശ്വാസങ്ങളായിട്ടും വരാം. അതിന് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. പണ്ട് ഏതോ സിനിമയിൽ ജഗദീഷ് ശ്രീകുമാറിനെ കണ്ടിട്ടില്ലേ, വയറ്റിൽ കുതിരയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് കുതിര ചെയ്തില്ല, വേറെ ആണെന്ന് പറഞ്ഞ് രണ്ടാമത് ബാധ കയറിയ പോലെ.
ചിലരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ റൂട്ടിലൂടെ അവരെ ബോധവൽക്കരിക്കണം. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ സ്പിരിച്വൽ സയൻസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അവരെ ബോധ്യപ്പെടുത്തും. എവിടെയാണ് നിങ്ങളുടെ ചിന്തഗതികൾക്ക് പാളിച്ച ഉണ്ടായത്, അല്ലെ ചൈൽഡ്ഹുഡ് ട്രോമയാണോ, അങ്ങനെ മനസ്സിലാകുന്നവരാണെങ്കിൽ അവരെ നമ്മളൊരു സൈക്കോ തെറാപ്പിയിലൂടെ, സൈക്കോ തെറാപ്പി എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ? ഫിസിയോതെറാപ്പിക്ക് മരുന്നുകൊണ്ടൊന്നും അല്ലല്ലോ, എക്സസൈസിലൂടെ, ലഘു വ്യായാമോസിൻ്റെ. അപ്പം സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന ആത്മാവോ അല്ലെങ്കിൽ മനസ്സോ ഉപബോധ മനസ്സോ ഇതിനെപ്പറ്റി വ്യക്തമായ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മനസ്സിലാക്കി അവബോധം